വൈൻഡപ്പ് ടൈമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും വിഷസ് പറഞ്ഞു. എനിക്ക് ആഗ്രഹമുണ്ടായി അവൻ വിഷസ് പറയാൻ, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ആക്ച്വലി അവൻ ഈ ഒരു വേഷത്തിൽ നിൽക്കുമ്പോൾ അത് കാണാൻ, അവനത് അണിഞ്ഞ സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. കാരണം ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, അതിനുള്ളിൽ ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിച്ചിട്ടാണ് അവൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്. എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ അവൻ മമ്മിയോടും ഡാഡിയോടും പറഞ്ഞതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് ഉണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ ഉപദേശമായിരിക്കും അവന് കിട്ടുക. അങ്ങനെയാണ് നന്നായത് ആക്ച്വലി. പിന്നെ അവൻ മൈനസ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ദൈവവിളി ക്യാമ്പിനൊക്കെ പോകും. ഞാൻ പോയിട്ടില്ല, അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചിലവർക്കൊക്കെ ഓക്കെ ഒന്ന് അച്ഛനായ കൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് അതിനുശേഷം തോന്നിയൊരു ആഗ്രഹമാണ് ഇന്ന് അവനെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ നമ്മള് എൻ്റെ അനിയൻ ഒരു അച്ഛനാവാൻ പോവാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ആക്ച്വലി ഇപ്പൊ അവന് കിട്ടിയ ഒരു വേഷം എന്ന് പറയുന്നത് ജസ്റ്റ് അവൻ്റെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ മാതിരിയാണ്, നമുക്കൊരു റിങ് കിട്ടുന്ന മാതിരിയാണ് അവന് ഈ ഒരു വേഷം കിട്ടിയിരിക്കുന്നത്. ഇനി കല്യാണം വരുന്നത് മാതിരി ഇനി തിരുപ്പട്ടം എല്ലാം വരാനിരിക്കുന്നുള്ളൂ. നമ്മളിപ്പോ ഇത് ആഘോഷിച്ചതിനേക്കാളും ഇരട്ടിയായി നമുക്ക് ഇനി അതൊക്കെ ആഘോഷിക്കാൻ ഇനി കിടക്കുന്നേ ഉള്ളൂ. അതിന് ദൈവം എന്തായാലും അവനെയും നമ്മളെല്ലാവരെയും അതിനുവേണ്ടി നമ്മളെ അനുഗ്രഹിക്കുന്നു ഞാൻ കരുതുന്നു. ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ. എന്നോട് അവർ ചോദിച്ചു എന്താ ഇവനിങ്ങനെ അച്ഛനാവാൻ പോകുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാവൻ, എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും ഇല്ല, അവനാണ് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇപ്പോൾ ന്യൂജൻ കാലഘട്ടമാണ്. നമ്മളെല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, ലാപ്ടോപ്പ്, മൊബൈൽ. പണ്ടത്തെ അച്ഛന്മാർ പണ്ട് പോയ അതേ വഴിയല്ല ഇപ്പോൾ ഇവിടെ ഇവനായാലും ഇവിടെ ഇരിക്കുന്ന മറ്റ് ബ്രദേഴ്സ് ആയാലും എല്ലാവരും. അപ്പൊ അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും സ്റ്റിൽ അതായത് വേറെ തെറ്റിലേക്കൊന്നും പെടാതെ ഈ വഴി തന്നെ ചൂസ് ചെയ്ത് പോകുന്നതിന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഡിറ്റർമിനേഷൻ വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ അവനെ സമ്മതിക്കണം എന്ന്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫോൺ, അത് ഇത്, ഇൻസ്റ്റഗ്രാം, ആ ഗ്രാം, ഈ ഗ്രാം, അതെല്ലാം യൂസ് ചെയ്തിട്ടായാലും അവൻ സ്റ്റിൽ ഈ ഒരു എടുത്തു, അല്ലെങ്കിൽ അതിൽ തന്നെ അവൻ മുന്നോട്ട് പോകുന്നു, അതിൽ തന്നെ അവൻ പിടിച്ചു നിൽക്കുന്നു. അപ്പൊ അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. എത്രയൊക്കെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഡെവൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുതരുമ്പോൾ അവൻ തന്നെ അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഡാഡിക്കും മമ്മിക്കും ഷോണിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഭയങ്കര പ്രൗഡാണ്. വി ഓൾ ആർ പ്രൗഡ് ഓഫ് യു. ആക്ച്വലി ഇന്ന് നീ ഇത് ഇട്ട് ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കണ്ണ് നിറഞ്ഞിട്ടാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് നിങ്ങൾ നിൽക്കുമ്പോൾ. ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ മാതിരി നിന്നെ സമ്മതിക്കണം. ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്ത് ഇങ്ങനെ നിൽക്കുന്നതിന് എന്നെ സമ്മതിക്കാതെ തന്നെ വേണം. സോ എല്ലാവർക്കും നല്ല കൈയ്യടി കൊടുത്ത് നമുക്ക് ഇന്നത്തെ പരിപാടിയുടെ അവസാനം